നമസ്കാരം, ഋഷി പ്രോക്സം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ഭാഗ്യവും നിമിത്തവും എന്നുള്ളതാണ്. ചില നിമിത്തങ്ങൾ നമ്മുടെ ഭാഗ്യത്തിന്റെ സൂചനയായിട്ടാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള ചില ഏതാനും നിമിത്തങ്ങളെ നമുക്ക് നോക്കാം. പലരും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്ന നിലയിൽ നമുക്ക് ചില നിമിത്തങ്ങളെയും ഭാഗ്യ സൂചകമായിട്ടുള്ള ചില നിമിത്തങ്ങളെ ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രോത്സാഹനം അഭ്യർത്ഥിക്കുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. ഭാഗ്യത്തിന് മനുഷ്യന്റെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. ഭാഗ്യം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് എല്ലാ ഘടകങ്ങളും ഉണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാകണം. എന്നിരുന്നാൽ മാത്രമേ അത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഭാഗ്യം വരുന്നതിന്റെ സൂചന അവർക്ക് ഈശ്വരൻ തന്നെ ചില നിമിത്തങ്ങളിലൂടെ നൽകുമെന്നാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഉണ്ടാകും. നല്ല മനസ്സുള്ളവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും സത്പ്രവർത്തികൾ ചെയ്യുന്നവർക്കും ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എപ്പോഴെങ്കിലും അവരെ ഭാഗ്യം തുണയ്ക്കുമെന്നത് ദൈവ നിശ്ചയമാണ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടാറുണ്ട്. ഭാഗ്യത്തിന്റെ അഭാവം നമ്മൾ അനുഭവിച്ചറിയാനുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട്. ഇത്തരത്തിലൊക്കെ അവസരത്തിൽ എപ്പോഴാണ് എന്നെ ഭാഗ്യം തുണയ്ക്കുന്നത്, അതിനെപ്പോഴാണ് എനിക്ക് അവസരം കിട്ടുക എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. ഭാഗ്യം എന്നത് പ്രവചനത്തിന് അതീതമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഭാഗ്യം എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അങ്ങനെയുള്ള ഭാഗ്യ സൂചകമായിട്ട്, അങ്ങനെയുള്ളപ്പോൾ ഭാഗ്യത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നമുക്ക് സൂചകമായിട്ട് പ്രകൃതി തന്നെ ചില നിമിത്തങ്ങൾ നമ്മളെ കാണിക്കും. വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും സൂചന ഇത്തരത്തിൽ നിമിത്തമായി ഈശ്വരൻ കാണിക്കുമെന്നാണ്. യാത്ര പോകുമ്പോഴും മറ്റും നാം നിമിത്തങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്നിരുന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത്ര ശ്രദ്ധ നാം നിമിത്ത കാര്യങ്ങളിൽ കൊടുക്കാറില്ല. ഏതെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ നാം നിമിത്തത്തെ നോക്കാറുണ്ട്. ശുഭവും അശുഭവുമായിട്ടുള്ള ഫലത്തെ നമുക്ക് അതിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി ഫലം അറിയാനായിട്ട് ജ്യോതിഷനെ സമീപിക്കുന്ന സമയത്ത് ആ വ്യക്തി ചോദിക്കുന്ന വാക്കിന്റെ, ആ വ്യക്തിയുടെ ചേഷ്ടകളുടെ, ഇരിപ്പിന്റെ, നിപ്പിന്റെ, നടപ്പിന്റെ, ഉപയോഗിച്ച വസ്ത്രത്തിന്റെ ഒക്കെ ലക്ഷണം നോക്കി നിമിത്തമായിട്ട് നിമിത്തശാസ്ത്രത്തിലൂടെ ആ വ്യക്തിയുടെ ഫലം ജ്യോതിഷന് പറയാനായിട്ട് സാധിക്കും. ജ്യോതിഷന്റെ ശ്വാസഗതി പോലും വരുന്ന ആളിന്റെ ഫലത്തെ പറയാനായിട്ട് സഹായിക്കും. ഇതേപോലെ തന്നെ നിമിത്തശാസ്ത്രം പഠിച്ചിട്ടുള്ള വൈദ്യന്മാർക്കും ഇത്തരത്തിലുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തനിക്കറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ജ്യോതിഷൻ ഇപ്രകാരം പറയുമ്പോൾ വരുന്ന ആളുകൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. മണിനാഥം, ശംഖുനാഥം തുടങ്ങിയവയൊക്കെ നിമിത്തങ്ങൾ ശുഭ സൂചകങ്ങളായിട്ടാണ് പറയുന്നത്. മരണവാർത്ത പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് അശുഭ സൂചകമായിട്ടാണ് പറയുന്നത്. വിവാഹ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വരുന്നത് ശുഭകരമായിട്ടുള്ള ഫലത്തെ ചെയ്യുമെന്നാണ് വിശ്വാസം. മറിച്ചായാൽ അത് നല്ലതല്ല. ഒരാൾ ഒറ്റയ്ക്ക്, ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിട്ട് അത്തരത്തിൽ വരുന്നത് അശുഭ സൂചകമായിട്ടാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ സൂചന നമുക്കറിയാനായിട്ട് കണ്ണുകൾ തുടിക്കാറുണ്ട്. ഇടം കണ്ണ് തുടിക്കുന്നത് ഭാഗ്യത്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. അതേസമയം വലം കണ്ണ് തുടിക്കുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. നിർഭാഗ്യങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് അർത്ഥം. ഇത്തരത്തിലുള്ള നിമിത്ത ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ ഭാരതീയർ മാത്രമല്ല, വിദേശീയരായിട്ടുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ നിമിത്ത ശാസ്ത്രങ്ങൾ ഫലരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷികൾ ശരീരത്തിൽ കാഷ്ടിക്കുന്നത് ഏവർക്കും അരോചകമാണ്. ശിരസിലും നമ്മുടെ ഉടുപ്പിലുമൊക്കെ പക്ഷികൾ കാഷ്ടിക്കുന്നത് നമുക്ക് വളരെ അരോചകമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ അതൊക്കെ ശുഭഫലത്തെ തരുന്നതാണ് എന്നുള്ള അറിവ് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ അശുഭമായിട്ട് മനസ്സിൽ തോന്നുന്നത്. പക്ഷി കാഷ്ടിക്കുന്നത് തലയിലാണ്, ശിരസിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാണ് അത് വിശ്വസിക്കുന്നത്. ഭാഗ്യത്തിന്റെ ആനുകൂല്യം ആ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭാഗ്യം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് ചിത്രശലഭങ്ങൾ ആ വ്യക്തിയെ തേടിയെത്തുന്നതായിട്ട് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമോ ഒക്കെ ഉണ്ടാകുന്ന പക്ഷം അതിനേതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയെ തേടി ചിത്രശലഭങ്ങൾ എത്താറുണ്ട് എന്നാണ് വിശ്വാസം. ചിത്രശലഭങ്ങൾ ഒരു ഗ്രഹത്തിലാണ് വരുന്നതെങ്കിൽ ആ ഗ്രഹത്തിൽ ഭാഗ്യവും സന്തോഷവും നിറയാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ആദ്യം പുഴുവായും പിന്നീട് ശലഭമായിട്ടും ജീവിതം ജീവിച്ചു തീർക്കുന്ന
സമാധി അവസ്ഥയും ധ്യാനവുമൊക്കെ ഏറ്റവും പരീക്ഷിച്ചറിഞ്ഞ അവസ്ഥയുള്ള ചിത്രശലഭം എന്നത് ഏറ്റവും ശുഭഫലങ്ങൾ നൽകുന്ന ജീവിയായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ചിത്രശലഭങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മെ തേടിയെത്തുന്നത് പുനർജന്മത്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. നമ്മുടെ ബന്ധപ്പെട്ടവരിൽ ആരെങ്കിലും പുനർജനിച്ചു എന്നുള്ളതിന്റെ സൂചനയായിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ അതിനെ സൂചിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ കാണുന്ന നിമിത്തങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്നോട് കമന്റായിട്ട് ചോദിക്കുക. നമുക്കതിന്റെ ഉത്തരം തേടാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.